അന്തേവാസികൾ പലതരമുണ്ട്, പലവിധ കേസിൽ പെട്ടവരുണ്ട്, ഏറെ പ്രയാസങ്ങൾക്കിടയിൽ കഴിയുന്നവരാണ്. എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാ വീട്ടിലും ചിരി വിരിയട്ടെ, ശാന്തി നിറഞ്ഞൊരു ലോകത്തിൻ്റെ ഭാഗമതാകാം. നമസ്കാരം. കാസർഗോഡ് ഉർമി സ്വദേശിയായ റഫീഖ് 2 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യം എന്താണെന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് റഫീഖിനെ കണ്ട് നേരിട്ട് ചോദിക്കാം. പക്ഷേ ആ ഒരു ജയിൽവാസത്തിനിടയിൽ റഫീഖ് ഒരു പാട്ട് രചിക്കുകയുണ്ടായി. ജയിലിലെ അന്തേവാസികൾക്കായി അവിടുത്തെ സൂപ്രണ്ട് ഒരുക്കിയ ഒരു പരിപാടിയിലാണ് ആ പാട്ട് ആദ്യം അവതരിപ്പിച്ചത്. പിന്നീട് റഫീഖ് ജയിൽ മോചിതനായതിനു ശേഷം വിനോദ് എന്ന അന്നത്തെ ജയിൽ സൂപ്രണ്ട് ആ പാട്ട് റെക്കോർഡ് ചെയ്ത് അയക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ 2 വർഷങ്ങൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്ത് വിനോദ് എന്ന സൂപ്രണ്ടിന് അയച്ച ആ ജയിൽ സോങ് ഇന്ന് വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ്. അന്ന് ജയിലിലെയും കുറച്ച് പോലീസുകാർ മാത്രം കേട്ട ആ പാട്ട് ഇന്ന് ജനങ്ങൾ കേൾക്കാൻ പോകുകയാണ്. ആ വൈറൽ പാട്ടിലേക്ക് പോകാം. പാട്ടുകൾക്കായൊരു പാട്ടെഴുതുന്നു, വേറിട്ടൊരു കഥ അതിലുരയുന്നു, അറിയാം ലോകർക്കാകെയും ആ വിഷയം ജയിലാണ്. അതിലൊരു ജയിലിൽ ഞാനും മാസങ്ങൾ പലതായി കഴിയുന്നു. ഇത് രാജ്യത്തെ നിയമവ്യവസ്ഥ, ആർക്കും വന്ന് പെടാം ഈ അവസ്ഥ. ഒട്ടും കരുതിയതല്ല ഞാനോ ഈ ദുരവസ്ഥ, വിധിയുടെ വികൃതിയിൽ പെട്ടിത ഞാൻ കഴിയുന്നു, ഇതെന്ത് പരീക്ഷ. അറിയണോ കണ്ണൂർ ജില്ലാ ജയില്, കൂറ്റൻ മതിലുകൾക്കുള്ളിലെ ഹാല്, പരമസുഖം തന്നെ എന്നെഴുതാൻ ഒരു മടിയില്ല. എന്നാലും എൻ മനസ്സിൻ വേദന തീരെ ശമിക്കുന്നില്ല. ഒരു നാൾ ഞാൻ ഇവിടം വന്നെത്തി, ജയിൽ കവാടം കടന്നകത്തെത്തി, കർശന പരിശോധനയത് ശേഷം കിട്ടിയെനീക്ക്. പായയും പുതപ്പും മൊന്തയും ഗ്ലാസും ഭക്ഷണ പാത്രമെനീക്ക്. മാന്യന്മാരാം ഉദ്യോഗസ്ഥരെ ഇടപെടലോ ബഹുമാന്യതയോടെ, അവരിവിടെ പല പഹയന്മാരെ കണ്ടവരല്ലേ. അവരുടെ സ്നേഹസമീപനവും ശാസനയും നല്ലതിനല്ലേ. വീണ്ടും ഒരു വൻഗേറ്റ് കടന്ന് ചെന്നെത്തി ഞാൻ ടവറിനടുത്ത്. ഏറെ വിശാലം തന്നെ തോന്നും ജയില് വളപ്പ്. അവിടെ പള്ളിക്കൂടം പോലിരു കെട്ടിടം ജയിലുകളാണേ. അതിലൊരു കെട്ടിടമില്ലിരു ബ്ലോക്ക്, അനുമതി കിട്ടിയെനിക്കൊരു ബ്ലോക്കിൽ. തറയിൽ പായ വിരിച്ച തടവറ താവളമാക്കി. അവിടെ 20-ൽ കുറയാതാളുകൾ കൂടെ താമസമാക്കി. രാവിലെ 6-ന് ഫയല് വിളിക്കും, ബ്ലോക്കുകൾ ആ സമയത്ത് തുറക്കും. പിന്നെ പ്രഭാത കൃത്യങ്ങൾക്കായുള്ള തിരക്ക്. ശേഷം ചായ വരും, അത് വാങ്ങി കുടിക്കാൻ എന്തൊരു ടേസ്റ്റ്. 8:30 നാസ്റ്റ വരുന്നു, ചപ്പാത്തി കടലക്കറി ഒരു നാൾ. പിറ്റേ ദിവസം ഉപ്മാവും കറി ഗ്രീൻ പീസുണ്ട്. ഞായർ ദിനമിൽ ഇഡ്ഡലിയും സാമ്പാറും സ്പെഷ്യലായി വരുന്നുണ്ട്. ഉച്ചതിരിഞ്ഞാൽ ചോറ് റെഡിക്ക്. ശനിയാഴ്ച മട്ടൻ കറിയാണ്.
തിങ്കളും ബുധനും മീൻ കറിയെങ്കിൽ മറ്റു ദിനങ്ങൾ നല്ല സ്വാദേറും സാമ്പാറും ഉപ്പേരിയത് വേറെ. സമയാസമയം തിന്നാനുണ്ട്, ബ്ലോക്കിൽ ടിവിയും പത്രവുമുണ്ട്. നേരം പോക്കിന് ക്യാരം ബോർഡും ലുഡുവും ഉണ്ട്. വോളിബോളും ഷട്ടിലും കായികമായി കളിക്കാനുണ്ട്. ചൊവ്വാഴ്ചകളിൽ ക്യാൻറ്റീനുണ്ട്, വെള്ളിയാഴ്ചകളിൽ ഫ്രീഡവുമുണ്ട്. എല്ലാ ദിനവും ഫോണ് വിളിക്കാൻ അവസരമുണ്ട്. വൈകുന്നേരം 5 ബ്ലോക്കുകളെല്ലാം പൂട്ടുന്നുണ്ട്. ജാഗ്രതയോടെ ജയില് ഭരിക്കും, കൃത്യതയോടെ പരിപാലിക്കും. ബഹുമാനാദരവേറും സുപ്രണ്ടവർ വിനോദ് സാറും മാന്യപ്രിയ വ്യക്തിത്വം വെൽഫെയർ സാർ ഹനീഫ്. നല്ലവരാം മറ്റുദ്യോഗസ്ഥർ പേരെഴുതാൻ നിർവാഹമതില്ല. എല്ലാവർക്കും ഈരടികളിൽ നന്മകൾ നേർന്നിടട്ടെ. ഇവിടെ വന്നവരാരും നിങ്ങളെ സേവനം മറക്കുകയില്ല. അന്തേവാസികൾ പലതരമുണ്ട്, പലവിധ കേസിൽ പെട്ടവരുണ്ട്. ഏറെ പ്രയാസങ്ങൾക്കിടയിൽ കഴിയുന്നവരാണ്. ഇവിടം വിട്ടാൽ പിന്നെ തിരിച്ചു വരാൻ കൊതിക്കാത്തവരാണ്. എല്ലാവർക്കും നന്മ വരട്ടെ, എല്ലാ വീട്ടിലും ചിരി വിരിയട്ടെ. ശാന്തി നിറഞ്ഞൊരു ലോകത്തിൻ്റെ ഭാഗമതാകാം. നമ്മൾ മരണം മാടി വിളിക്കും മുമ്പേ നല്ലവരാകാം.